ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഋതികാസ് ഋതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ഇന്നൊരു കുഞ്ഞ് ട്രിപ്പ് പോവാണ്. നമുക്ക് നേരെ എവിടേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മളുടെ ഇന്നത്തെ ട്രിപ്പ് ഉദ്ദേശിക്കുന്നത് കൂർഗ് എന്ന സ്ഥലത്തും പിന്നെ നമ്മൾ മൈസൂർക്കാണ് പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു റോഡ് ട്രിപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ കർണാടകയിലെ ഒരു പാർട്ടാണ് കൂർഗ്. കർണാടകയിൽ 4100 സ്ക്വയർ മീറ്റർ ആയിട്ടാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അപ്പം നമ്മൾ കൂർഗിലേക്ക് പോകാൻ ഉദ്ദേശിച്ച കാരണം അവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ നല്ല സുഖമാണല്ലോ. ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് അവിടെ പോകുമ്പോൾ തണുപ്പായതുകൊണ്ട് നമുക്ക് ക്ലൈമറ്റ് സെറ്റാവും. അപ്പം നമ്മൾ പിന്നെ യാത്രയൊക്കെ തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ നമ്മൾ പോകുന്നത് എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇത് നമ്മൾ കയറുന്നത് ചുരത്തിക്കാണ്. ചുരത്തിൽ കയറാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇല്ല, കാരണം ഞാൻ ബാക്കിൽ കണ്ണൊക്കെ അടച്ച് കിടക്കുകയാണ്. എനിക്ക് വോമിറ്റിങ് ടെൻഡൻസി ഉള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ 2 ഉണ്ണികളുണ്ട്, പിന്നെ അവിടെ കുഞ്ഞു പട്ടി, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എത്തിയ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ അവിടെ എത്തിയ നേരമൊക്കെ നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മൾ ഹോം സ്റ്റേക്കാണ്. അപ്പം നാളെ നമുക്ക് ഇത്തിരി പ്ലാൻസൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അപ്പം നമ്മൾ ഹോം സ്റ്റേയിൽ നിന്ന് ഇറങ്ങി ഫ്രഷായി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ രാജാസേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ വാക്കായിട്ടാണ് പോകുന്നത്, കാരണം നമ്മളുടെ ഹോം സ്റ്റേൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് കൂർഗിൽ മടിക്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് രാജാസേറ്റിൽ കാണാം. സോ ഇതാണ് സൈറ്റ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു ഗാർഡനും പിന്നെ ഒരു വ്യൂ പോയിന്റും ആണ്. അപ്പം നല്ലൊരു ഞാൻ പറഞ്ഞില്ലേ, ഇത്തിരി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് നല്ല തണുപ്പായിട്ട് നമുക്ക് വാമായിട്ട് നടക്കാൻ പറ്റുമായിരുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മളെ ട്രിപ്പ്, നമ്മളെ കൂർഗ് ആൻഡ് മൈസൂർ ട്രിപ്പിൽ നമ്മൾ കൂടെ ഉള്ളത് എൻ്റെ അച്ചാച്ചനും അച്ചമ്മയും ഞാനും അമ്മയും അച്ഛനാണ്. അപ്പം അവിടെ കുറേ റൈഡ്സ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിലൊന്നും കയറിയില്ല, കാരണം ഫസ്റ്റ് ഡേ അല്ലേ. ഇപ്പം എന്തെങ്കിലും ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഛർദ്ദിക്കാൻ എന്തെങ്കിലും വന്നാൽ അപ്പം നമ്മൾ സിക്കായി, പിന്നെ പിറ്റേ ദിവസം ഉഷാറുണ്ടാവില്ല. ഞങ്ങൾ റൈഡ്സിനൊന്നും കയറിയില്ല. അല്ലാതെ തന്നെ നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നിങ്ങൾ ആ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരും. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. നമ്മൾ വന്നതും സണ്ണടിക്ക് പോയി. സത്യം പറഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്യാനേ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ വ്യൂ എൻ്റെ പൊള്ളിയായിരുന്നു. നമ്മളൊരു കൂർഗിൻ്റെ മടിക്കേരീൻ്റെ ഒരു പകുതി പാർട്ടും നമുക്ക് കാണാൻ പറ്റി. അവിടെ തന്നെ നല്ല മലയൊക്കെ ആയിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് അവിടെ തന്നെ ഒരു ഐ ലവ് കൂർഗ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇച്ചിരി ഫോട്ടോസൊക്കെ എടുത്തു.
ഫ്രണ്ട്സ്, ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മളിവിടെ തീർത്തിരിക്കണം. അപ്പം ഇന്ന് കുഴപ്പമില്ലായിരുന്നു, നമ്മളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നാളെ തൊട്ട് നമ്മൾ ഫുള്ളായിട്ട് എല്ലാം കണ്ടുപിടിച്ച് എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ബൈ, നാളെ. സോ ഫ്രണ്ട്സ്, ആണ് ഞങ്ങൾ രാവിലെ എണീറ്റു, ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഓംകാരേശ്വരൻ ടെമ്പിളാണിത്. അപ്പം നമുക്ക് നമ്മൾ ഷോർട്ട് ഡ്രസ്സൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാത്തതുകൊണ്ട് ഞാനും അച്ഛനും പോസ്റ്റ്. ഇതാണ് നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം നമുക്കൊരു ലക്കിന് കിട്ടിയ ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇത്. എന്താ കാരണം എന്നറിയോ? നമുക്ക് വഴിയേ അറിയാം. സംഭവം അവിടെ നിന്ന് ഞാൻ കയറിയപ്പോൾ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കയറി വന്നപ്പോൾ ചെറിയ പേടി ഉണ്ടായിട്ടോ. ഇന്നലെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ് ആണിത്. സെക്കൻഡ് ഡേ നമുക്ക് വരാൻ പറ്റും. ഫ്രണ്ട്സ്, നമ്മൾ കാർ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും വഴികളൊന്നും അറിയാത്തതുകൊണ്ടും ഞങ്ങളിപ്പോൾ റിക്ഷയിലാണ് പോകുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റിക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വഴികളൊന്നും വലിയതായിട്ട് അറിയില്ലല്ലോ. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തെത്താം. നല്ല പേടിയുണ്ട്, കാലൊക്കെ ഇപ്പോഴും നമ്മളൊരു ഭാഗ്യത്തിനാണ് നമുക്ക് ആ റിക്ഷ കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും എത്തില്ലായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് അമ്പി ഫോൾസ് ആണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അമ്പി ഫോൾസിലൊക്കെ പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ ഒരു എന്താ പറയുക, കുഞ്ഞു മ്യൂസിയം പോലെയാണ്. അത് സമാധിയാണ്. ഇവിടുത്തെ പണ്ടത്തെ കൂർ രാജാവിൻ്റെ ഒരു സമാധിയാണ് ഇവിടെ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഒരു കുഞ്ഞു മ്യൂസിയം സെറ്റപ്പ്, പക്ഷെ അത് സമാധിയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് പണ്ടത്തെ കൂർഗ് രാജാവിൻ്റെ അനിയൻ്റെയും പിന്നെ പ്രീസ്റ്റ് ആളുടെ ഒരു സമാധിയാണ് അവിടെ ഉള്ളത്.
പേര് വന്നിട്ട് ടോപ്സ് ഓഫ് രാജ. പൂവുണ്ടോ നല്ല രസില്ലേ? രാജാവിന്റെ സമാധിയാണ് അതും. അന്നത്തെ രാജാവിന്റെ അനിയന്റെ സമാധി. സത്യം പറഞ്ഞാൽ അതും പിന്നെ ആ ഒരു പ്രീസ്റ്റിന്റെയും സമാധി അടച്ചിട്ടേക്കാണ്. രാജാവിന്റെ സമാധി മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പ്ലാന്റേഷൻ ആണ്. ഈ ചേട്ടനാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ആള് ഇവിടുത്തെ ഈ ഒരു ഏരിയയിലത്തെ ഇത്തിരി കൊക്കോന്റെ ഇത്തിരി സംഭവങ്ങളും കോഫി ബീൻസ് അതൊക്കെയാണ് കാണിച്ചിരുന്നത്. സത്യം പറയാലോ ബോറടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ കൈയും കാലും ഒക്കെ വേനെടുക്കുന്നുണ്ട്. നമ്മൾ അത്ര നേരം അവിടെ നിന്നു. പക്ഷെ വേർത്ത് വെച്ചാൽ വേർത്തായി. കാരണം നമുക്ക് ഇത്തിരി സംഭവമൊക്കെ നോക്കി മീൻസ് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ കോഫി പ്ലാന്റേഷൻ്റെ എല്ലാം കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവിടുത്തെ തന്നെ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ഫാക്ടറി കാരണമാണ് എനിക്ക് നല്ല കൗതുകം ഉണ്ടായിരുന്നു ഗൈസ്. ഈ പ്ലാന്റേഷനോടൊന്നും വലിയതില്ല. കോഫി പ്ലാന്റേഷൻ ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ മടിക്കേരി ഫോർട്ടിലേക്ക് വന്നു. നമ്മൾ ഇനി റെസ്റ്റ് ഒന്നും എടുക്കില്ല. കുറേ സ്ഥലം ഞങ്ങൾ കണ്ടു. ഇത് നമ്മളെ 6th പ്ലേസ്. ഈ പാലസ് പറയട്ടെ, ഈ പാലസ് ഭയങ്കര പഴക്കമുള്ളതായതുകൊണ്ട് വീണു മീൻസ് പൊട്ടിപ്പൊളഞ്ഞു. അതുകൊണ്ട് നമ്മളിതൊന്നുകൂടി റീമേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഇന്നുള്ളിൽ കയറാൻ പറ്റില്ല. നമുക്ക് മ്യൂസിയം പറഞ്ഞ മ്യൂസിയമാണിത്. പക്ഷെ ഇത് മെയിൻ്റെനൻസിൻ്റെ ഭാഗമായി കൊണ്ട് അടച്ചിട്ടേക്കാം. നമ്മളുടെ 6th ഡെസ്റ്റിനേഷൻ ഫുള്ളി ബ്ലോക്ക്. 3 മണിയായി. നല്ല വെയിലുണ്ട്. പക്ഷെ തണുത്ത കാറ്റതുകൊണ്ട് നമ്മൾ ചില്ലാണ്. ഇവിടെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് നല്ല വൃത്തികേടായിരുന്നു. ഗുഡ്. ഇനി നമ്മള് ഈവനിങ്ങിൽ പോവും. അപ്പൊ കാണും. അപ്പൊ നമ്മള് ഈവനിങ് ആയി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മള് വീട്ടിലെ 7th ഡെസ്റ്റിനേഷനായ വ്യൂ പോയിന്റ് ആണ് ഇത്. പക്ഷെ നമ്മള് വേറെ വ്യൂ പോയിന്റ് വേറെ സ്ഥലമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് നല്ല രസം. ഇതാണ് മടിക്കേരി എന്ന് പറയുന്ന സ്ഥലം. കൂർഗിൽ. ഇവിടെ നിന്ന് നമുക്ക് ഫുൾ വ്യൂ കിട്ടും. ഇവിടെ ഇട്ടാലായിട്ടുണ്ടാവും.